നമസ്കാരം. ന്യൂസ് ട്രൂത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആശാവർക്കർമാർക്ക് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘിന്റെ ഐക്യദാർഢ്യം. കഴിഞ്ഞ 62 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കലിൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാവർക്കർമാർക്ക് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘിന്റെ ഐക്യദാർഢ്യം രേഖപ്പെടുത്തി. കിഴക്കേക്കോട്ടയിൽ നിന്നും പ്രകടനമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാവർക്കർമാരുടെ സമരപന്തലിലെത്തിയാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. ഐക്യദാർഢ്യ സമ്മേളനം ഭാരതീയ വ്യാപാരി വ്യവസായി സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മൂവാറ്റുപുഴ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചാലമണി, സംസ്ഥാന സംഘടനാ സെക്രട്ടറി വി രവികുമാർ, ജില്ലാ പ്രസിഡന്റ് കഴക്കൂട്ടം ശ്രീകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് പാൽക്കുളങ്ങര വിജയൻ, സിറ്റി പ്രസിഡന്റ് സതീഷ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ലോകത്തിന് മുഴുവൻ മാതൃകയാണെന്ന് നമ്മൾ നിരന്തരം അവകാശപ്പെടുന്ന ആരോഗ്യ കേരളത്തിന്റെ അടിസ്ഥാന പ്രവർത്തകരായിട്ടുള്ള ആശാവർക്കേഴ്സ്, ആശാപ്രവർത്തകർ കഴിഞ്ഞ 61 ദിവസമായിട്ട് കേരളത്തിന്റെ ഭരണപിതാകേന്ദ്രമായിട്ടുള്ള സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തി വരികയാണ്. കഴിഞ്ഞ 23 ദിവസമായിട്ട് നിരാഹാര സമരത്തിലുമാണ്. ഈ തരത്തിലുള്ള ഒരു സമരം കേരളത്തിന്റെ ഭരണപിതാകേന്ദ്രത്തിന് മുന്നിൽ നടക്കുന്ന സമയത്ത് ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം എന്നുള്ള ഭാരതത്തിന്റെ വ്യാപാര വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഈ തരത്തിലുള്ള ഒരു പ്രകടനവും അതിനുശേഷമുള്ള ഈ ഒരു പൊതു ധർണയും സമ്മേളനവും സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ സമരം നടത്തുന്ന നമ്മുടെ സഹോദരിമാർക്ക് എല്ലാ തരത്തിലുള്ള ധാർമ്മികമായിട്ടുള്ള പിന്തുണയും പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് കേരളത്തിന്റെ ആരോഗ്യ രംഗത്ത് ഏറെ അധ്വാനിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന, ഏറെ സമയം കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ നേരെ നിർത്തുന്നതിന് വേണ്ടിയിട്ട്, ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് സമയം പോലും നോക്കാതെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ തരത്തിലുള്ള ഒരു ആശാപ്രവർത്തകർക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഒരു സമരരംഗത്തേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടായത്? നമ്മുടെ സംവിധാനത്തിൽ, നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൽ ദൈനംദിനമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമൂഹം, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് ഓരോ വീടുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ വീട്ടിലെ കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഹെൽത്ത്, ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുകയും കേരളത്തിന്റെ ആരോഗ്യപരമായിട്ടുള്ള ഒരു സംവിധാനം രൂപപ്പെടുത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്ത് ഫീൽഡിൽ 12 മണിക്കൂർ മുതൽ 15 മണിക്കൂർ വരെ പ്രവർത്തിക്കേണ്ട സാഹചര്യമുള്ള ഇതേപോലെയുള്ള ത്യാഗനിർഭരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിന് അവർ മുന്നോട്ട് വയ്ക്കുന്ന അവകാശങ്ങൾ, ആവശ്യങ്ങൾ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്ര ദീർഘമായിട്ടുള്ള ഒരു സമരം നടത്തേണ്ടി വരുന്നു എന്നുള്ളത് കേരളത്തിന്റെ പൊതു മനസാക്ഷി വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടതാണ്. കാരണം നമ്മൾ ഉൾപ്പെടെയുള്ളവരുടെ, നമ്മുടെ വീട്ടിലെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ, നമ്മുടെ വീട്ടിലെ മുതിർന്ന തലമുറയിൽ ഉൾപ്പെടെ ഉള്ളവരുടെ ആരോഗ്യകരമായ കാര്യങ്ങളിൽ നിരന്തരമായിട്ട് ഇടപെട്ടുകൊണ്ട് നമ്മളുമായിട്ട് നിരന്തരമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സമൂഹം അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന സമയത്ത് അതിനോട് പൂർണ്ണമായിട്ടും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പൊതുസമൂഹം ഈ സമരത്തിന്റെ ഭാഗമായിട്ട് അണിചേരേണ്ട ഒരു സമയക്രമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് 60 ദിവസം പിന്നിട്ട് 2 മാസം പിന്നിടുമ്പോൾ ഈ സമയത്തിന്റെ ഈ സമരത്തിന്റെ മുഖം കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ ഈ തരത്തിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, കേരളത്തിന്റെ ആരോഗ്യ രംഗം നമ്പർ 1 ആണ് എന്ന്, ലോകത്തിൽ തന്നെ മാതൃകയാണ് എന്ന് കോവിഡ് കാലത്തൊക്കെ അവകാശപ്പെട്ടിരുന്ന നമ്മുടെ ഭരണകൂടം എങ്ങനെയാണ് ഈ ആരോഗ്യ രംഗം ഇത്രയും കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പ്രവർത്തിച്ചു പോകുന്നത് എന്ന് അവർക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ രാഷ്ട്രീയം മാത്രം കാണുന്ന ഭരണ നേതൃത്വം, എല്ലാ കാര്യങ്ങളിലും രാഷ്ട്രീയപരമായിട്ട് മാത്രം ചിന്തിക്കുന്ന ഒരു ഭരണ നേതൃത്വം ഈ സമരത്തിന്റെ പുറകിൽ ആരാണെന്ന് ചിന്തിക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നത് എത്രത്തോളം അരാഷ്ട്രീയവാദമാണ് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. ഈ സമരത്തിന് പിന്തുണയുമായിട്ട് SUCI എത്തിയിട്ടുണ്ടെങ്കിൽ, ഈ സമരത്തിന് പിന്തുണയായിട്ട് BMS എത്തിയിട്ടുണ്ടെങ്കിൽ, ഈ സമരത്തിന് പിന്തുണയായിട്ട് INGC എത്തിയിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയം നോക്കിയിട്ട് അറിയപ്പെടുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഗുണഭോക്താക്കളാകുന്നതിന് വേണ്ടിയിട്ടല്ല എന്ന് തിരിച്ചറിയാനായിട്ടുള്ള സാമാന്യമായിട്ടുള്ള ബുദ്ധി ഭരണ നേതൃത്വം കാണിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനായിട്ടുള്ളത്. നമുക്ക്
തെരുവിലിറങ്ങി പ്രസുകൾ കത്തിച്ചുകൊണ്ടും തെരുവിലിറങ്ങി പൊതുസമൂഹത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടും നടത്തുന്ന സമരങ്ങൾക്ക് മാത്രമേ അധികാരി വർഗം ചെവി കൊടുക്കുകയുള്ളൂ എന്നുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഈ സമീപനം തിരുത്തേണ്ടതായിട്ടുണ്ട്. നാളെ ഈ സമരം കേരളം മുഴുവൻ കത്തിപ്പടരുന്ന സമയത്ത് 6 മാസത്തിനപ്പുറത്തേക്ക് വരാൻ വേണ്ടി പോണ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഞങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടു എന്ന് വിശകലനം ചെയ്യുന്ന സമയത്ത് ഈ അടിസ്ഥാന വർഗത്തിന്റെ അവകാശങ്ങൾ നിങ്ങൾ പരിഗണിക്കാതെ പോയതാണ് നിങ്ങൾക്കെതിരായിട്ടുള്ള ജനരോഷത്തിന്റെ അടിസ്ഥാനമെന്ന് നിങ്ങൾ അന്ന് വിലയിരുത്തേണ്ടതായിട്ട് വരും. ഇന്ന് നമ്മൾ ഈ 61 ദിവസം ഇവിടെ സമരം ചെയ്യുന്ന എൻ്റെ സഹോദരിമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം ഇന്ന് ഈ പരിപാടി നടത്തിയത്.